നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാനുണ്ടാക്കിയത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണെങ്കിൽ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോളൂ. അയ്യോ, അതുകൊണ്ടൊന്നും അല്ല അമ്മേ. എനിക്ക് നല്ല വിശപ്പില്ല, അത്രേ ഉള്ളൂ. ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. ഉറപ്പാണോ? ഉറപ്പമ്മേ. എന്നോടുള്ള ദേഷ്യം കുഞ്ഞിനോട് കാണിക്കില്ല എന്ന് നീ ഉറപ്പ് തന്നെയല്ലേ? എന്നിട്ടിപ്പോ നീ എന്താ ചെയ്യുന്നത്? എന്താ ഭക്ഷണം കഴിക്കാത്ത? ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. എനിക്ക് കുറച്ച് മനസ്സമാധാനം തരാവോ? ചേച്ചി, നീ എന്താ ഈ സമയത്ത്? മൂന്നൻ കൂടെ ഇല്ലേ? എനിക്ക് ചേച്ചിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അച്ഛന്റെ മരണത്തിൽ ഗിരിയേട്ടന് പങ്കുണ്ടോ? എന്തുപറ്റി? ഇത്രയും ആലോചിക്കാനും മാത്രം ബുദ്ധിമുട്ടുള്ള ചോദ്യമൊന്നും അല്ലല്ലോ ഞാൻ ചോദിച്ചത്. മോളെ, അത് വളച്ചു കെട്ടി ഉത്തരം പറയേണ്ട ഒരു കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്നൊരു ചോദ്യമല്ല. മതി, എനിക്കെന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി. അച്ഛന്റെ മരണത്തിൽ ഗിരീട്ടിന് ഒരു പങ്കുമില്ലായിരുന്നെങ്കിൽ ചേച്ചി പ്രതികരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. നമ്മുടെ അച്ഛനെ കൊന്ന ആളാണെന്ന് മനസ്സിലാക്കിയിട്ടും ചേച്ചിക്ക് ഒരു പ്രശ്നമില്ല അല്ലേ? ഇപ്പോഴും അയാളുമായി ഒരു കുഴപ്പമില്ലാതെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെയാ ചേച്ചിക്ക് സാധിക്കുന്നത്? മോളെ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഗിരിയേട്ടനല്ല അച്ഛനെ കൊന്നത്. ഗിരിയേട്ടൻ അച്ഛന്റെ ബോഡി മാറ്റിയിട്ട് അതൊരു ആക്സിഡന്റ് ആണെന്ന് വരുത്തി തീർക്കാൻ സഹായിക്കുക മാത്രമേ ചെയ്തുള്ളൂ അല്ലേ? വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനോട് പ്രതികരിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും ചേച്ചിയെല്ലാം സഹിക്കുന്നത് അല്ലേ? ഗിരിയേട്ടൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കും അറിയാം. അതിന് തക്കതായ ശിക്ഷ ഗിരിയേട്ടന് കിട്ടും. പക്ഷെ ശരിക്കും നമ്മുടെ അച്ഛനെ കൊന്നത് ഗോപാലന. അതേ ഗോപാലന്റെ നിഴല് പോലെ ഇപ്പോഴും കൂടെ നടക്കുന്ന ആളാ ചേച്ചിയുടെ ഭർത്താവ്. അയാൾ ഒരിക്കലും നന്നാവില്ല. എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. എന്നെങ്കിലും ഗിരിയേട്ടൻ മാറുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ഞാൻ പറയുന്ന കേക്ക് ചേച്ചി. ഗിരിയേട്ടനെതിരെ പീതാബിന്റെ സാക്ഷി മൊഴി വെച്ച് കേസെടുത്ത് അയാളെ ജയിലിലടക്കി. എന്നിട്ട് അയാളിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങും. നീ എന്തൊക്കെയായി പറയുന്നത്? അത്ര പെട്ടെന്ന് മുറിച്ചു കളയാൻ പറ്റുന്ന ബന്ധമല്ല ഞങ്ങൾ തമ്മിലുള്ളത്. അയാളുമായി ഇനി എന്ത് ബന്ധമാ ചേച്ചി വെക്കാൻ ഉദ്ദേശിക്കുന്നത്? സ്വന്തം അച്ഛനെ കൊന്ന് അയാളുടെ കൂടെ കിടക്കാൻ ചേച്ചിക്ക് അറപ്പ് തോന്നുന്നില്ലേ? മഹിമേ, ഒച്ച വെക്കണ്ട. എനിക്കും ശബ്ദം ഉയർത്തി സംസാരിക്കാൻ അറിയാം. എനിക്ക് ചേച്ചിയോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ ചേച്ചി നഷ്ടപ്പെടുത്തി. മോളെ, ഞാൻ ആരാണോ തന്റെ മോള്? താനെന്റെ അച്ഛനാണോ? എന്റെ അച്ഛനെ കൊന്നത് താനല്ലേ?
അതും പോരഞ്ഞിട്ടായിരിക്കും ചേച്ചിയുടെ കല്യാണത്തിന് ഗോപാലനും എന്റെ കല്യാണത്തിന് താനും അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ ചടങ്ങുകളും ചെയ്തത്. എന്റെ അച്ഛന്റെ ആത്മാവ് എന്തുമാത്രം വേദനിച്ചു കാണും. ഭർത്താവായതുകൊണ്ട് ചേച്ചി തന്നോട് അയവ് കാണിച്ചെന്ന് വരും. പക്ഷെ ഞാൻ അങ്ങനെ ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല. തന്നെയും ഗോപാലനെയും പകർത്തിട്ട് ഞാൻ അടങ്ങും. ഇതെന്താ ഈ പെണ്ണ് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ കയറി വന്ന് ഗിരിയേട്ടനെ ഭീഷണിപ്പെടുത്തുന്നോ? ഇതിന് മാത്രം ധൈര്യം ഇവൾക്ക് എവിടുന്ന് കിട്ടിയത്? നോക്കി നിൽക്കാതെ ഇറങ്ങി ചോദിക്കമ്മേ, ആ പെണ്ണ് എന്തു ആകുന്നായോ? അവൾക്ക് ഇത്രയും അഹങ്കാരായോ? ഇനി ഈ ബന്ധവും പറഞ്ഞുകൊണ്ട് ആരും എന്റെ അടുത്തേക്ക് വന്നു പോവരുത്. നിങ്ങളുടെയൊക്കെ ശരിക്കുള്ള മുഖം ഞാൻ കണ്ടു കഴിഞ്ഞു. മഹിമേ, മഹിമേ, മഹിമേ. എന്താണ് നടന്നത്? മഹിമ എന്തിനാ നിന്നോട് വഴക്ക് കൂടിയത്? എന്തിനാടാ വഴക്ക് കൂടിയത്? വഴക്കൊന്നും കൂടിയതല്ലമ്മേ, ചെറുതായിട്ടൊന്ന് തർക്കിച്ചപ്പോ അവളുടെ ശബ്ദം ഒന്ന് കൂടിയെന്നേ ഉള്ളൂ. അതിനിങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ചെന്ന് കിടക്ക. അമ്മേ, ഗിരി പൂർണ്ണമായിട്ടും മഞ്ജുവിന്റെ വലയിൽ വീണ് കഴിഞ്ഞു. അല്ലെങ്കിൽ ഇത്രയും അപമാനം സഹിക്കുവോ? ഗിരിയേട്ടൻ വല്ലാതെ മാറിപ്പോയമ്മേ. എടാ, നീ എന്തിനാടാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? അമ്മയ്ക്ക് ഇങ്ങനെ ഇത്ര കൂളായിട്ട് നിൽക്കാൻ പറ്റുന്നേ? ഗിരിയുടെ വീട്ടിൽ ഇപ്പൊ ഒരു പൊട്ടിത്തെറി നടന്നിട്ടുണ്ടാവും. മഹിമ മഞ്ജുവും തമ്മിൽ ഇപ്പൊ എന്തൊക്കെ നടന്നിട്ടുണ്ടാവും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഗിരി അവരുടെ രണ്ടുപേരെ മുന്നിൽ ഇപ്പൊ കുറ്റക്കാരനായിട്ടുണ്ടാവും. ഇതിനൊന്നിനും നീ അല്ലല്ലോ കാരണക്കാരൻ. എന്നെങ്കിലും ഒരിക്കല് ഈ ചെയ്തതെല്ലാം പുറത്തു വന്നേനെ. പക്ഷെ നീ നിന്റെ ഭാര്യയിൽ നിന്ന് ഒന്നും ഒളിക്കാതിരുന്നത് നന്നായി എന്നേ ഞാൻ പറയും. അമ്മേ, മഹിമയ്ക്ക് മഞ്ജുവിന് എന്തുമാത്രം ഇഷ്ടമാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അവര് തമ്മിൽ അകലാൻ കാരണക്കാരൻ ഞാനാണെന്ന കാര്യം മഹിമയ്ക്ക് തോന്നിയാൽ അവക്ക് എന്നോട് ദേഷ്യം തോന്നില്ല അമ്മേ. എടാ എടാ നീ അവരെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാനല്ലല്ലോ നോക്കിയത്. സത്യം പറയുകയല്ലേ ചെയ്തുള്ളൂ. ആ സത്യത്തെ അഭിമുഖീകരിച്ച് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് മഞ്ജുവും മഹിമയും തന്നെയാ. എനിക്കെന്തോ വലിയ കുറ്റബോധം തോന്നണേ. എന്തു പറ്റി പോണെ? എന്തിനാ കരയുന്ന? എന്ത് പറ്റി? അവരെല്ലാരും എന്നോട് നോണ പറയായിരുന്നു അമ്മ. ഗിരിയേട്ടനും ചേച്ചിക്കും എല്ലാം അറിയായിരുന്നു. ഗിരിയേട്ടന്റെ കാര്യം എനിക്ക് മനസ്സിലാക്കാം. സ്വയം പെട്ടുപോകാതിരിക്കാൻ അയാൾ നോണ പറഞ്ഞതായിരിക്കും. ഗോപാലനെ പോലൊരാളുടെ കൂടെ ജോലി ചെയ്യുന്ന അയാളിൽ നിന്നും അത്രയും മാന്യത മാത്രമേ പ്രതീക്ഷിക്കാവൂ. പക്ഷെ ചേച്ചി എന്റെ ചോരയല്ലേ? അച്ഛനെ കൊന്നൊരാളെ രക്ഷിക്കാൻ ചേച്ചിക്ക് എങ്ങനെയാ തോന്നിയ? മഞ്ജു ഗർഭിണിയല്ലേ മോളെ? സ്വന്തം കുഞ്ഞിന്റെ അച്ഛനെതിരെ തിരിയാൻ ഏതൊരു സ്ത്രീയും അടിക്കില്ലേ? ഗിരിയെ അറസ്റ്റ് ചെയ്ത മഞ്ജുവിന്റെ കുഞ്ഞിന് ഒരു കൊലയാളിയുടെ മകനെന്ന പേര് വീഴും. ഒരു സ്ത്രീയും സ്വന്തം കുഞ്ഞിന് അങ്ങനെ ഒരു ഗതി വരുന്നത് സഹിക്കില്ല. അതുകൊണ്ടായിരിക്കും അവള് ഗിരിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചത്. ഒരമ്മയെന്ന നിലയ്ക്ക് അവള് ചെയ്തതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ചേച്ചി ചെയ്തതിന് ന്യായീകരണങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്റെ മുൻപിൽ ചേച്ചി കുറ്റക്കാരിയാ. ഗോപാലനെയും ഗിരിയേട്ടനെയും ജയിലിൽ അടയ്ക്കുന്നത് വരെ എനിക്ക് ചേച്ചിയോട് ക്ഷമിക്കാൻ കഴിയില്ല. മരിച്ചുപോയത് ഏതെങ്കിലും ഒരാളല്ല, ഞങ്ങളുടെ അച്ഛനാ. അച്ഛന് എന്നെക്കാൾ കൂടുതൽ ഇഷ്ടം ചേച്ചിയായിരുന്നു. എന്നിട്ട് ചേച്ചി തന്നെ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. താനും മഞ്ജു തമ്മിലുള്ള ബന്ധം തകർക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിതെല്ലാം പറഞ്ഞത്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം ചെയ്യും. എടോ, താൻ എന്നെ വെറുക്കരുത്. വക്കീലിനെ ഞാൻ എങ്ങനെയാ വെറുക്കുക? ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിലും
സത്യം ഞാൻ അറിയണമെന്ന് വക്കീലിന് മാത്രമല്ലേ തോന്നിയുള്ളൂ. എല്ലാം അറിഞ്ഞ ഞാൻ വക്കീലിനെ കുറ്റപ്പെടുത്തുന്ന സംശയം ഉണ്ടായിട്ട് പോലും ശരിയായ തീരുമാനം വക്കീലെടുത്ത്. പരസ്പരം ഒന്നും മറക്കാതെ സ്നേഹിക്കുന്നതാ ആത്മാർത്ഥതയുടെ ലക്ഷണം. ഞാൻ വക്കീലിൽ കണ്ട ഏറ്റവും വലിയ ഗുണം അതാ. എനിക്ക് തെറ്റ് പറ്റിയില്ലെന്ന് വക്കീൽ ഇപ്പൊ തെളിയിച്ചു.